നമ്മളെല്ലാവരും ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ റൊട്ടീൻ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രഭാത സമയത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷനെ സെറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. പലർക്കും അവരുടേതായിട്ടുള്ള രീതികളിലുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവാം, അവരുടെ ഡെയിലി പ്ലാൻ ഉണ്ടാവാം. രാവിലെ ഒരു 4 മണിക്ക് എണീക്കുക. 4 മണിക്ക് എണീക്കുമ്പോൾ തന്നെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട് എണീക്കുക. അത് എങ്ങനെയുള്ള അഫർമേഷൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയാം, മണി അഫർമേഷൻസ് പറയാം. നമ്മുടെ പല അഫർമേഷൻസിനെ കുറിച്ചുള്ള ചില വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്കായി തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അഫർമേഷൻസ് പറഞ്ഞ് എണീറ്റതിന് ശേഷം നമുക്ക് ഒരു 20 to 30 മിനിറ്റ്സ് യോഗയോ അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന രീതി എന്തെങ്കിലും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് മിനിമം 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ കുറച്ച് സമയം ഏർപ്പെടാം. അതിനുശേഷം നമ്മൾ എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരോട് പറയുന്നത് പോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വിത്ത് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ മാനിഫെസ്റ്റേഷനും മെഡിറ്റേഷനും ഒരേപോലെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പല പ്രോഗ്രാംസ് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ ചാനലിലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അഫർമേഷൻസ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയാം. അതിനൊരു 10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് ഇമോഷൻസോട് കൂടി അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം വാട്ടർ ടെക്നിക് ചെയ്യാം. അഫർമേഷനെ കുറിച്ചും വാട്ടർ ടെക്നിക്കിനെ കുറിച്ചും അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്ലസ് മാനിഫെസ്റ്റേഷനെ കുറിച്ചുമുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. റീഡിങ്ങിനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സ്കില്ല് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടോ കേൾക്കാനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ സമയം വിനിയോഗിക്കാം. ഈ രാവിലത്തെ ആക്ടിവിറ്റീസിന് പുറമെ മറ്റു പല കാര്യങ്ങളും നമ്മളെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന ജലം, ഇതൊക്കെ നമ്മളെ ഒരു ദിവസം പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ എന്ത് ടൈപ്പിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കുക. ധാരാളം ജലം കുടിക്കുക. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു രാവിലെ എണീക്കുന്ന മുതൽ ഈ ഒരു ടൈം വരെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഒരു ദിവസം എങ്ങനെയായിരിക്കണം നമ്മളുടെ വൈബ്രേഷൻ, നമ്മളുടെ ഫ്രീക്വൻസി, നമ്മളുടെ എനർജി എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ ടൈമും അവരവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരവരുടെ ജോലി അനുസരിച്ച് പ്രഭാത ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകളോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട്